തിരുപ്രംകുன்றത്തേക്ക് മാർച്ച് 1 മോദി എത്തുകയാണ്. ചില പദ്ധതികളുണ്ട് ഇല്ലേ സർ? ഉണ്ട്, തീർച്ചയായിട്ടും. ഒന്ന്, തിരുപ്പുറംകുന്றம் എന്ന് പറയുന്നത് തമിഴ്നാട്ടിൽ ഈയിടെ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ടൊരു വൈകാരിക വിഷയമാണ്. തമിഴ്നാട്ടിലെ മുരുകഭക്തർക്ക്, പൊതുവെ ഹിന്ദുക്കൾക്ക്, അവിടെ മാത്രമല്ല കേരളത്തിലും ആന്ധ്രയിലുള്ളവരെല്ലാം വലിയൊരു അനീതി ഭരണകൂടത്തിൽ നിന്ന് ഹിന്ദുക്കളുടെ നേരെ ഉണ്ടായി എന്ന് ചിന്തിച്ചൊരു വിഷയമാണ് തിരുപ്പുറംകുന്றம். ഒരു മുരുകൻ ക്ഷേത്രം, അവിടെ തമിഴ്നാട്ടിലെ ഏറ്റവും അധികം ആരാധിക്കപ്പെടുന്ന മുരുകൻ ക്ഷേത്രങ്ങളിൽ ഒന്ന്. അവിടെ ആ മലയിൽ തന്നെ, അത് അമ്പലം ഇരിക്കുന്ന മലയിൽ ദർഗയുണ്ട്. ദർഗയ്ക്ക് അടുത്തുള്ള ഒരു ദീപത്തൂൺ എന്ന് പറയുന്ന ശിലാസ്തംഭത്തിൽ എത്രയോ നൂറ്റാണ്ടുകളായിട്ട് തെളിച്ചിരുന്ന വിളക്ക് തെളിയിക്കൽ പരിപാടി കുറേ വർഷങ്ങളായിട്ട് നിന്നിരിക്കുകയാണ്. അതാണ് വിവാദമായതും. അതിന് അനുകൂലമായിട്ട് അത് കത്തിക്കാൻ വേണ്ടി ഭക്തജന സംഘടനകൾ കോടതിയിൽ പോയി കോടതിയിൽ നിന്ന് അനുവാദം മേടിച്ചു. പക്ഷേ എന്ത് കേട്ടും സ്റ്റാൻഡിൻ ഗവൺമെൻറ് സമ്മതിക്കുന്നില്ല. അവിടെ യഥാർത്ഥത്തിൽ അവിടെ ദീപം തെളിയിക്കുന്നത് മുസ്ലിം വികാരത്തിനെതിരാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അതൊരു ക്ഷേത്രത്തിൻ്റെ ഭൂമിയാണ്. അവിടെ ഒരു ദർഗ വന്നു എന്ന് മാത്രമേ ഉള്ളൂ. അവിടുത്തെ മുസ്ലിം സമൂഹം എങ്ങനെ ചിന്തിക്കണമായിരുന്നു ചോദിച്ചാൽ, ശബരിമലയിൽ വാവൂർസ്വാമിയുടെ നടയുണ്ട്. വാവൂർസ്വാമിയുടെ നട അവിടെ ഉള്ളതുകൊണ്ട് തൊട്ടടുത്ത് കർപ്പൂരം കത്തിക്കുന്നതിന് ആർക്കും കുഴപ്പമൊന്നുമില്ല എങ്കിൽ, അതുപോലെ ഒരു സമാധാനത്തോടുകൂടി, സൗഹൃദത്തോടുകൂടി, സന്തോഷത്തോടുകൂടി മുന്നോട്ട് പോയിരുന്നെങ്കിൽ ഒരു നല്ലൊരു ഉദാഹരണമായിട്ട് അവിടെ മാറിയാനെ. അതിന് പകരം ചില തൽപര കക്ഷികൾ കുഴപ്പമുണ്ടാക്കാനാണ് നോക്കിയത്. അതിന് തിരുപ്പുറംകുன்றത്തെ ആ ദർഗയുടെ ആൾക്കാരും ഉണ്ട്, മുസ്ലിംസ് ആയിട്ടുള്ള ആൾക്കാരും ഉണ്ട് എന്ന് മാത്രമല്ല, അവരെയൊക്കെ കൂടുതൽ കുഴപ്പമുണ്ടാക്കിയിരിക്കുന്നത് അവിടുത്തെ ഭരണകക്ഷികളാണ്, പ്രത്യേകിച്ച് DMK. ഹിന്ദു മുസ്ലിം വികാരങ്ങളെ ഉണർത്തി ഇവയെ തമ്മിൽ ഭിന്നിപ്പിച്ച്, തമ്മിലടിപ്പിച്ച്, വോട്ട് ബാങ്കിൻ്റെ ആനുകൂല്യം പിടിച്ചു പറ്റാൻ നോക്കുന്ന, ഈ ആടുകൾ തമ്മിൽ ഇടികൂടുമ്പോൾ ചോര കുടിക്കുന്ന ചെന്നായ എന്ന മട്ടിലാണ് സ്റ്റാലിൻ അവിടെ നിൽക്കുന്നത്. ഇതാണ് അവിടുത്തെ ഏറ്റവും വലിയ കുഴപ്പം. ഒരു ഭരണകൂടവും ഒരു രാഷ്ട്രീയ പാർട്ടിയും അങ്ങനെ നിൽക്കേണ്ട ആവശ്യമില്ലായിരുന്നു. അതുകൊണ്ട് അവിടുത്തെ സ്റ്റാലിൻ ഒരു വിഷയം ക്രിയേറ്റ് ചെയ്തിട്ടേക്കാണ്. ജനങ്ങൾക്ക് നീതി ചോദിക്കേണ്ട ഒരു പ്രശ്നം സ്റ്റാലിനാക്കി, അല്ലെ സ്റ്റാലിൻ സർക്കാരായിട്ട് ഉണ്ടാക്കിയിട്ടു. സ്വാഭാവികമായിട്ട് രാഷ്ട്രീയ വിഷയമാകും. അത് രാഷ്ട്രീയപരമായിട്ടും കൂടെ ചോദ്യം ചെയ്യപ്പെടും. നിയമപരമായിട്ട് ചോദ്യം ചെയ്യപ്പെട്ട് കഴിഞ്ഞു. ജനങ്ങളുടെ മനസാക്ഷി വിഷയത്തെ ചോദ്യം ചെയ്യുന്നുണ്ട്. ഇനി രാഷ്ട്രീയമായിട്ടും ചോദ്യം ചെയ്യപ്പെടാൻ പോവുകയാണ്. അതിന് ഇലക്ഷൻ നടക്കുമ്പോൾ അതുണ്ടാവും. അങ്ങനെ ഇരിക്കുമ്പോൾ അവിടുത്തെ തിരുപ്പുറംകുன்றത്തെ ജനതയ്ക്ക് ഒരു വശത്ത് ഒരു പിന്തുണയായിട്ടും മറ്റൊരിടത്ത് ഒരു ഭക്തൻ എന്നുള്ള നിലയിലും തമിഴ്നാട്ടിലെ ക്ഷേത്രത്തിൽ, അല്ലെങ്കിൽ ഈ ക്ഷേത്രത്തിൽ നരേന്ദ്രമോദി എന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി നിർത്തുന്നതിൽ തെറ്റൊന്നുമില്ല. ഒന്ന് അവിടെ ഒരു അനീതിയുടെ വിഷയമുണ്ട്. സ്വാഭാവികമായിട്ടും ഇനി മോഡി വരുന്നത് ഞാൻ പൂർണ്ണമായിട്ടൊരു മുരുകഭക്തനാണ്, അതുകൊണ്ടാണ്, അങ്ങനെ ആയിട്ടാണ് എന്ന് പറഞ്ഞാൽ പോലും അതിനകത്ത് രാഷ്ട്രീയത്തെ നമുക്ക് കാണാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തെറ്റുണ്ടെന്നും പറയാൻ പറ്റില്ല. ഈ മോഡിക്ക് കാര്യം രാഷ്ട്രീയം കണ്ടില്ലെങ്കിൽ പോലും ഈ നാട് അതിൽ രാഷ്ട്രീയം കാണും. അതുകൊണ്ട് നമ്മളതിനെ രാഷ്ട്രീയത്തെ നിരാകരിക്കേണ്ട. അതൊരു ശരിക്കും പറഞ്ഞ ഒരു അനീതി തന്നെയാണല്ലോ. ഒരു വിഭാഗത്തിന്റെ ഇത് സംരക്ഷിക്കാൻ വേണ്ടി രാത്രിക്ക് രായ്മാനം എന്ന് പറയുന്നത് പോലെ സുപ്രീം കോടതി വരെ പോകുന്ന ഒരു അവസ്ഥയാണ് അവിടെ. തീർച്ചയായിട്ടും സുപ്രീം കോടതി ചെന്നിട്ട് പോലും ആ അനീതിക്ക്, കോടതി പോലും അനീതി മാറ്റാനുള്ള പരിഹാരം പറഞ്ഞെങ്കിൽ അനീതിയായിട്ട് നിലനിർത്താനാണ് സ്റ്റാലിൻ സർക്കാർ നോക്കിയത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊക്കെ വരുമ്പോൾ, കോടതി വിധികളെ പോലും അട്ടിമറിക്കാനൊരു ശ്രമം നടത്തുമ്പോൾ, ഈ നാട്ടിലെ കേന്ദ്ര സർക്കാരിൻ്റെ തലവനായിട്ടുള്ള നരേന്ദ്രമോദി അവിടുത്തെ ജനങ്ങൾക്ക്, ഭക്തജനങ്ങൾക്ക് ഒരു പരോക്ഷ പിന്തുണയോ മാനസിക പിന്തുണയോ കൊടുക്കാൻ വേണ്ടി പോലും വരുന്നതിൽ തെറ്റൊന്നുമില്ല. അത് തമിഴ്നാട്ടിലെ ഇലക്ഷൻ്റെ രാഷ്ട്രീയത്തെ സ്വാധീനിച്ചു എന്ന് വരും, ഇല്ലയെന്ന് പറയാൻ പറ്റില്ല. ഒന്നാമത്തെ കാര്യം, BJP ഒരു ഉത്തരേന്ത്യൻ ആര്യൻ രാഷ്ട്രീയ കക്ഷിയായിട്ടൊക്കെ ദ്രാവിഡ കക്ഷികളും തെക്കേ ഇന്ത്യയിലെ പല ആൾക്കാരും ചിത്രീകരിക്കുന്നുണ്ടെങ്കിലും BJPക്ക് അങ്ങനെയില്ല, നരേന്ദ്രമോദിക്ക് ഒട്ടും തന്നെയില്ല. കാരണം ഈ ലോകത്ത് തന്നെ ഏറ്റവും പഴയ ഭാഷ തമിഴാണ് എന്ന് പല വേദികളിൽ പറഞ്ഞിട്ടുള്ള ആളാണ് നരേന്ദ്രമോദി. അദ്ദേഹം തമിഴ്നാടിൻ്റെ ഒരു സ്വത്വം പോലുള്ള ചെങ്കോല് പുതിയ പാർലമെൻറ്റിൽ പ്രതിഷ്ഠിച്ച ആളാണ്. അന്ന് ആ പ്രോഗ്രാം നടക്കുമ്പോൾ അദ്ദേഹം അതിലേക്കായിട്ട് വിളിച്ചത് ദ്രാവിഡ സമൂഹത്തിലെ സന്യാസിമാരുള്ള ആദീനങ്ങളുടെ എന്ന മഠാധിപതികളെയാണ്. അപ്പോൾ തമിഴ്നാടിനെ എല്ലാ അർത്ഥത്തിലും കഴിയുമെങ്കിൽ ഹൃദയത്തോട് ചേർത്ത് പോകാൻ എന്നും ആഗ്രഹിക്കുന്ന ഒരാളാണ്. മധുരയിൽ അദ്ദേഹം ദർശനം നടത്തിയിട്ടുണ്ട്, രാമേശ്വരത്ത് ദർശനം നടത്തിയിട്ടുണ്ട്. മധുര എന്ന് പറയുന്നത് മധുര മീനാക്ഷിയുടെ ക്ഷേത്രമാണ്, രാമേശ്വരം ശ്രീരാമക്ഷേത്രമാണ്. അന്ന് ദർശനം നടത്തിയ ഓരോ ഒക്കേഷൻസ് ഉണ്ടായിരുന്നു. ഇന്ന് മുരുകൻ്റെ ക്ഷേത്രത്തിലേക്ക് ദർശനം നടത്താൻ വേണ്ടി മോഡി വരുന്നു. തമിഴ്നാട്ടിലെ എത്രയോ 10,000-കണക്കിന് കുടുംബങ്ങളുടെ കുലദൈവമാണ് മുരുകൻ. മുരുകൻ ഏറ്റവും കൂടുതൽ ആരാധനയുള്ള സ്ഥലങ്ങളിലൊന്ന്. സുബ്രഹ്മണ്യ ആരാധന, മുരുകാരാധന എന്ന പേരിൽ പൂർണ്ണമായിട്ട് തമിഴ്വൽക്കരിക്കപ്പെട്ട് തമിഴ്നാടിൻ്റെ സ്വന്തവും സ്വത്വവുമായിട്ട്
കൊണ്ടുപോകുന്നൊരു സ്ഥലമാണ്. അത് അങ്ങനെ തമിഴനോടുള്ള ഐക്യദാർഢ്യമാണ്. ശരിക്ക് തമിഴിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദേവനും കൂടിയാണ് മുരുകൻ. ശിവഭക്തി സൗത്ത് ഇന്ത്യയിൽ പ്രചരിപ്പിച്ച വ്യക്തി എന്നും കൂടി മുരുകനെ വിശേഷിപ്പിക്കാറുണ്ട്. മുരുകൻ എന്നുള്ള സങ്കല്പത്തിന് മധുര മീനാക്ഷിയുടെ മകൻ എന്നൊരു തത്വമുണ്ട്. കൊറ്റവയുടെ മകൻ എന്ന് പറയും. കൊറ്റവയും മീനാക്ഷി ഒന്ന് തന്നെയാണ്. ഈ അർത്ഥത്തിലെല്ലാം തന്നെ തമിഴൻ്റെ രക്തമാണ് മുരുകൻ. തമിഴൻ അത് പൂർണ്ണമായും തമിഴ്നാട്ടുകാരനായിട്ട് തമിഴ്നാട്ടിൽ അംഗീകരിക്കുന്ന ദൈവമാണ്. 2 ഭാര്യമാരാണ് മുരുകന്, ദേവസേനയും വള്ളിയമ്മയും. ഈ ദേവസേനയും വള്ളിയമ്മയും മുരുകനും ഒക്കെ അനേകം തമിഴ് കുടുംബങ്ങളുടെ പരദൈവങ്ങളാണ്, അല്ലെങ്കിൽ കുലദൈവങ്ങളാണ്. കുലദേവതാരാധനയ്ക്ക് വളരെ പ്രാധാന്യമുള്ളൊരു നാടാണ് തമിഴ്നാട്. അവിടെ എങ്ങും നിറഞ്ഞു നിൽക്കുന്നത് മുരുകനും മുരുകൻ്റെ കാവടിയും മുരുകൻ്റെ കീർത്തനങ്ങളും ഒക്കെയാണ്. ഇത് വളരെ വിശേഷമാണ്. ശൈവാരാധനയിലെ ഏറ്റവും ശക്തമായ ബ്രാഞ്ചാണ് മുരുകാരാധന എന്ന് പറയുന്നത്, സുബ്രഹ്മണ്യൻ്റെ ആരാധന. ആ അർത്ഥത്തിൽ ഓരോ തമിഴനും അവൻ്റെ രക്തം കൊണ്ട് മുരുകനുമായിട്ട് അഭേദ്യമായ ബന്ധത്തിലാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ നരേന്ദ്രമോദി എന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി തമിഴ്നാട്ടിൽ ഒരു മുരുകക്ഷേത്രത്തിൽ ദർശനം നടത്തുമ്പോൾ അതിന് വലിയ മാനങ്ങളുണ്ട്. ആ മുരുകക്ഷേത്രം എന്ന് പറയുന്നത് ഇത്രയും വിവാദമായ തിരുപ്പുറംകുണ്ട്രം തന്നെയാണ്. അതുകൊണ്ട് അതിൽ തമിഴിനോടുള്ള ഐക്യപ്പെടലുണ്ടെന്ന് മാത്രമല്ല, ആ വിവാദത്തിൽ അനീതി അനുഭവിച്ച വിശ്വാസി സമൂഹത്തോടുള്ള മോഡിയുടെ ഐക്യപ്പെടലുണ്ട്, BJPയുടെ ഐക്യപ്പെടലുണ്ട്. അതിന് ചലനങ്ങളുണ്ടാവും, ഉറപ്പാണ്. അത് തമിഴ്നാട്ടിൽ ഓരോ മുരുക വിശ്വാസിയുടെയും ഓരോ തമിഴൻ്റെയും തമിഴ് സ്വന്തം ഭാഷയാണെന്ന് അഭിമാനിക്കുന്ന ഓരോ തമിഴിൻ്റെ ഹൃദയത്തിൽ അത് ചലനങ്ങൾ ഉണ്ടാക്കാൻ പര്യാപ്തമാണ്. അതും ഈ 2026 ആദ്യ പകുതിയിൽ തന്നെയാണ് അവിടെ ഇലക്ഷൻ വരാൻ പോകുന്നത്. നമ്മുടെ കേരളത്തിൽ ഇലക്ഷൻ നടക്കുന്ന അതേ സമയം, അതേ മെയ് മാസത്തിൽ അതേ സമയത്ത് തന്നെ. ഡേറ്റുകൾ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം വരാം. ചിലപ്പോൾ കേരളത്തിൽ ഒരു ഘട്ടം നടക്കുമ്പോൾ തമിഴ്നാട്ടിൽ ഒരു ഘട്ടം നടന്നു വരാം. അപ്പോൾ പെട്ടെന്നുള്ള ആ ഒരു ഇമ്പാക്റ്റ് ജനങ്ങളുടെ മനസ്സിൽ നിന്ന് പോവില്ലെന്ന് മാത്രമല്ല, അവിടെ തന്നെ നിൽക്കും. അതുകൊണ്ടാണ് ഞാൻ ഇത് എടുത്തു പറഞ്ഞത്. രാഷ്ട്രീയമായിട്ടിവിടെ ചോദ്യം ചെയ്യപ്പെടാൻ പോവുകയാണ്. മോഡിയുടെ വരവിന് രാഷ്ട്രീയ മാനങ്ങളുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് നിഷേധിക്കാനാവില്ല എന്ന് പറഞ്ഞത്. ആ രാഷ്ട്രീയത്തെ നിഷേധിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം എന്ന് വെച്ചാൽ ഇന്ത്യയുടെ സംസ്കാരത്തെ, ഇന്ത്യയുടെ വിശ്വാസങ്ങളെ അവഗണിച്ചുകൊണ്ട് എന്ത് രാഷ്ട്രീയത്തിനാണ് നിലനിൽക്കാൻ വരുന്നത്? അവിടെ ഒരു അനീതി ഉണ്ടായ ചോദ്യം ചെയ്യാൻ ഒരാൾ വരണ്ടേ? മുൻ പ്രധാനമന്ത്രിമാർ പലരും ഇത്തരം കാര്യങ്ങൾ ഇടപെടാതിരുന്നുകൊണ്ടാണ് ഇവിടുത്തെ ഒരു വലിയ ഭക്തജന സമൂഹം, വലിയൊരു വിശ്വാസ സമൂഹം, ഹിന്ദു സമൂഹം, ഹിന്ദു സംസ്കാരം ഒക്കെ പല അനീതികൾ അനുഭവിച്ചത്. അതിനെ അഡ്രസ്സ് ചെയ്യാൻ പലരും ഉണ്ടായിട്ടില്ല. മഹാത്മാഗാന്ധിയുടെ കാലം വരെ പല കാര്യങ്ങളും പറയുമായിരുന്നു, ഗോവധ നിരോധനം ഉൾപ്പെടെയുള്ള പല കാര്യങ്ങൾ. അതിനുശേഷമുള്ള ഗാന്ധിശേഷനായിട്ടുള്ള വിനോദഭാവയ്ക്ക് അപ്പുറത്തേക്ക് കോൺഗ്രസിനകത്ത് പോലും ഈ ഒരു ഗോവധ നിരോധനം പോലുള്ള ചർച്ചകളുണ്ടായില്ല. പിന്നെ കോൺഗ്രസ് തന്നെ കുറേ സംസ്ഥാനങ്ങളിൽ നിരോധിച്ചു, സംഭവം ശരിയാണ്. പക്ഷേ കോൺഗ്രസ് ദേശീയ രാഷ്ട്രീയത്തിൽ നിന്ന് മാറി, പൊതുവിൽ ഹിന്ദുക്കളോടുള്ള ഒരു നീതി കാണിക്കുന്നതൊക്കെ മാറി, വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിൻ്റെ വഴി പോയിട്ട് പല പല തെറ്റുകളും ചെയ്തു. അങ്ങനെയൊക്കെ വന്നപ്പോഴാണ് ഈ ഭാരതത്തിൻ്റെ സമൂഹം, ഇവിടുത്തെ ഒരു സാംസ്കാരിക വിശ്വാസ സമൂഹം BJP എന്നൊരു രാഷ്ട്രീയ കക്ഷിയെ പിന്തുണച്ചത് പൊക്കിക്കൊണ്ടുവരുന്നത്. BJPക്ക് ആ ഒരു സമൂഹത്തെ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല. സബ്കാ സാത്ത് സബ്കാ വികാസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഹിന്ദുക്കളെ അവഗണിച്ചുകൊണ്ടുള്ള സാധനമൊന്നും അല്ലല്ലോ, അവരെയും കൂടെ കൂട്ടിക്കൊണ്ട് തന്നെയാണല്ലോ വേണ്ടത്. അല്ലാതെ ന്യൂനപക്ഷങ്ങളെ മാത്രം കൂട്ടുന്നതല്ലല്ലോ, എല്ലാവരെയും കൂട്ടുന്നതാണല്ലോ. അവിടെ ഉള്ള വലിയൊരു അനീതി തമിഴ്നാട്ടിൽ നടന്നതാണ്. കോടതികൾ ഇടപെട്ടിട്ട് പോലും നീതി കിട്ടാത്ത അവസ്ഥ ഉണ്ടാകുമ്പോൾ രാഷ്ട്രത്തിൻ്റെ നായകൻ അവിടെ വരേണ്ടി വരും, അതിനെ അഡ്രസ്സ് ചെയ്യേണ്ടി വരും. അത് രാഷ്ട്രീയം അതിനുള്ള ചില മറുപടികൾ നാളെ കൊടുത്തു എന്ന് വരും. ഒരുപക്ഷെ അത് വെർബലി അല്ലെങ്കിലും ആ വരവ് തന്നെ ഒരു മറുപടിയായി മാറും. വരവ് തന്നെ ഒരു മറുപടിയാണ്. തീർച്ചയായിട്ടും അതിന് പ്രതിഫലനങ്ങളുണ്ടാവും, അതിൻ്റെ തുടർചലനങ്ങളുണ്ടാവും, പ്രകമ്പനങ്ങളുണ്ടാവും. അതിൽ ചില വൻവൃക്ഷങ്ങൾ ഒരുപക്ഷെ ഇപ്പോൾ തമിഴ്നാട് ഭരിക്കുന്ന ഭരണകൂടം കടപുഴകി വീണെന്നും വരും. നമുക്ക് കാത്തിരിക്കാം, കാണാം.